ലോകത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ നിന്ന് പ്രവേശിക്കാനുമാണ് നമുക്ക് ആയുസ് തന്നിട്ടുള്ളത്. ഒരൊറ്റ ആയത്ത് മാത്രം സൂചിപ്പിക്കാം. നരകത്തിനുള്ളിലെ മനുഷ്യന്മാർ നിലവിളിക്കുന്നു, വഹും യസ്തരിഖൂന ഫീഹാ. നരകത്തിനുള്ളിലെ ആളുകൾ നിലവിളിക്കുകയാണ്, ഖേദിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്, അലറുകയാണ്. എന്താ അവരുടെ അലർച്ചയെന്നറിയുമോ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് ഈ നരകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിത്തരണം. നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങൾ ചെയ്യാതെ പോയ ഒരുപാട് നന്മകളുണ്ട്. തൊട്ടടുത്ത് പള്ളിയുണ്ട്, സൗകര്യമുണ്ട്, വാഹനമുണ്ട്, എല്ലാമുണ്ട്, ആരോഗ്യമുണ്ട്, എഴുന്നേക്കാനുള്ള പ്രയാസമില്ല. പക്ഷേ റബ്ബേ, ഞാൻ സുബഹിക്ക് പള്ളിയിലെത്തിയില്ല, ജമാഅത്തുകൾക്ക് എത്തിയില്ല, ഖുർആൻ പഠന സദസ്സിലെത്തിയില്ല, അള്ളാഹുവിൻ്റെ ദീനിനെ ഞാൻ പരിഗണിച്ചില്ല. അതുകൊണ്ട് റബ്ബേ, നരകമിതാ എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്താണ് ജീവിതമെന്ന്. അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറക്കിക്ക. അല്ല പറയുകയാണ്, മനുഷ്യ ഈ ചോദ്യത്തെ അടിവരയിടുക. അല്ല പറയുകയാണ്, അവലം നുഅമ്മിറുക്കും, ആയുസ് തന്നില്ലടോ. അള്ളാന്റെ ചോദ്യം എന്താ ചോദ്യം? അവലം നുഅമ്മിറുക്കും, അല്ലടോ ആയുസ് നിനക്ക് തന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള സമയം നിനക്ക് തന്നിട്ടില്ലേ? വജാഅകുമുൻ നദീർ, കാര്യങ്ങളെ പറഞ്ഞു തരാൻ താക്കീതുകാരും വന്നില്ലേ? മിമ്പറിൽ നിന്ന്, അതുപോലെ തന്നെ വ്യത്യസ്ത സദസ്സുകളിൽ നിന്ന് അമ്പിയാക്കളായി, അവരുടെ അനന്തരമായി സ്വഹാബത്തായി, അവർക്ക് ശേഷം താബിഉകളായി, പിന്നീട് താബിഉകളായി, പിന്നീട് സലഫു സ്വാലിഹുകളായി, പിന്നീട് ഈ നേതൃത്വം ഏറ്റെടുത്ത പണ്ഡിതന്മാരായി, പ്രബോധകന്മാരായി. മനുഷ്യ, നരകമുണ്ടെന്ന് പറഞ്ഞു തരാൻ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ നിന്നിലേക്ക് ആളുകൾ വന്നിട്ടില്ലേ? അള്ളാന്റെ ചോദ്യം. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചിന്തിക്കുക. വർഷങ്ങൾ വിട പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതാണ്. അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കും, ആയുസ് തന്നിട്ടില്ലടാ, ആയുസ്സും സമയമൊക്കെ തന്നില്ലേ നന്നാവാൻ, എന്ത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തില്ല? അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിലയിരുത്തുക, നല്ല തീരുമാനങ്ങളാവട്ടെ.